വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ക്രാഫ്റ്റ് വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ പെൻസിലും പേനയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു DIY ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് സാധനമൊന്നും വേണ്ട അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വളരെ സിമ്പിൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞ ഒരു പേജുകളാണ് ഞാൻ ഇപ്പം വായിക്കുന്നത്. ഹായ് നജ ഫാത്തിമ, ഹായ് ഫിയോന അഷ്റഫ്, ഹായ് നന്ദിനി, ഹായ് സ്നേഹ, ഹായ് ഷിക. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനായിട്ട് സിസർ വേണം, പശ വേണം, പിന്നെ ഞാനിവിടെ സ്ക്വയർ പോലെ ഒരു ബോർഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ലെങ്ത് 7 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെൻറ്റിമീറ്ററുമാണ്. പിന്നെ ഇതുപോലൊരു A4 സൈസ് പേപ്പർ, പിന്നെ ഇതുപോലെ 2 സോപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ സോപ്പിൻ്റെ കവർ അനുസരിച്ചായിരിക്കും അതിൻ്റെ താഴെ വെക്കുന്ന ബോർഡിൻ്റെ അളവും. പിന്നെ അളവ് നോക്കാൻ വേണ്ടി സ്കെയിലും എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് കവർ ചെയ്തിട്ടെടുക്കണം. ഇത് 2 എണ്ണം ഉണ്ട്, ഈ 2 എണ്ണം കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു സാധനം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 എണ്ണത്തിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്കിത് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇത്രയും ആവശ്യമില്ല, എന്നാൽ നമ്മളിവിടെ ഒരു ലൈൻ വരയ്ക്കണം. അതിന് ശേഷം ഇങ്ങോട്ടും ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ഇത്രയും ആവശ്യമില്ല, എന്നാലും ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഭാഗം കവർ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. ഇതുപോലെ നമുക്ക് കവർ ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വെട്ട് പോലെ ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ ആ വെട്ടിയ ഭാഗത്തായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ പശ തേച്ച് ഒട്ടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തേ, നമുക്കിങ്ങനെ ഒട്ടിക്കാൻ പറ്റും. എന്നിട്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാം. നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഒട്ടിച്ചില്ല, കാരണം ഇത് നമ്മൾ ചെയ്തിട്ടില്ല. ഇതിങ്ങനെ ഒട്ടിക്കുന്നതുകൊണ്ട് ഇവിടെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഇതുപോലെ കവർ ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല, കാരണം ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ചേർത്ത് ഒട്ടിക്കുന്നതുകൊണ്ട് അത് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഇതിന് ചേർത്ത് ഒട്ടിക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ഒട്ടിക്കാം. ഇനി ഇത് ഒട്ടിച്ചിരിക്കുന്നത്, അഥവാ നമുക്ക് ഇത് രണ്ടും ഇളകിപ്പോയി ഇത് തമ്മിൽ ജോയിൻ്റ് ആയിട്ടിരിക്കും. അതിനപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കുമ്പോൾ നമുക്കിത് നേരെ ഇരിക്കാനും ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഇത് ഉണങ്ങിയതിന് ശേഷം കുറച്ച് ഡെക്കറേഷൻസൊക്കെ ഇത് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ഇത് ഒട്ടിയത് ശരിയായിട്ടുണ്ട്. നമുക്കിനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ റിബൺ ഇനി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു മണ്ടയിലായിട്ട് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഓക്കെ, നമുക്കിനി കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിലൊട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒരു വയലറ്റ് എടുക്കണം. നമ്മുടെ ഫ്രണ്ട് ഇതായതുകൊണ്ട്, ഫ്രണ്ട് വേണ്ട, സൈഡിൽ ഇത് കൊടുക്കാം. നമുക്ക് ഇച്ചിരി വലുത് ഫ്രണ്ടിലായിട്ട് ഒട്ടിക്കാം. ഞാനിതെടുക്കാം. 2 സ്റ്റാറുണ്ട്. ഇത് വേണ്ട.
ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഈ കുഞ്ഞ് സ്റ്റാർ ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഈ കുഞ്ഞ് സ്റ്റാർ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി വലിയ സ്റ്റാർ ഇവിടെയായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, നമ്മൾ പെൻസിൽ കീപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പെൻസിലൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. അതുപോലെ കുറച്ച് ഇപ്പുറത്ത്, അതായത് എന്തെങ്കിലും പേനയോ സ്കെച്ചോ അങ്ങനെ വേർതിരിച്ചൊക്കെ വെക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്